എന്നോട് ആൾക്കാർ കാണിക്കുന്ന ഒരു ക്രൂരതയായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ആ പടം എൻ്റെ ഒരു ലൈഫിന്റെ ഒരു പാർട്ടായിട്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും. ബിജുക്കുട്ടൻ അഭിനയിച്ച ആ കഥാപാത്രം ശരിക്കും എൻ്റെ ലൈഫിൽ സംഭവിച്ചാണ്. എൻ്റെ കൂട്ടുകാർ വീട്ടിൽ വരിക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ എൻ്റെ ലൈഫിലുള്ള ഗുണ്ടെന്ന് പറഞ്ഞ പടക്കം അതൊരു ഡേഞ്ചറുമാണ്. പൊട്ടി ഇങ്ങനെ വന്ന സീൻ എടുത്തിട്ട് അവിടെ ഹാപ്പി വിഷു എന്ന് പറഞ്ഞ് എഴുതി കാണിക്കാമെന്നുള്ളത് പ്ലാൻ. അതിന് തീ കൊളുത്താൻ ശ്രമിച്ചപ്പോൾ ഇത് പൊട്ടിയെന്നുള്ള ധാരണയിൽ ഞാൻ തിരിച്ചു ഓടുകയും ചെയ്തു. അന്ന് ഞാൻ സ്ലിപ്പറായിട്ട് അയച്ചത്. ആ സ്ലിപ്പറിന്റെ അറ്റം മടങ്ങി സ്ലാബും റോഡും കൂടി ചേരുന്ന ഭാഗത്ത് വീഴുകയാണ് ചെയ്തത്. ആ വീഴ്ചയിൽ ശരിക്കും എനിക്ക് ഇന്നത്തെ ഒരു അവസ്ഥയിലാണെങ്കിൽ ഞാൻ മരിച്ചു പോകും. തള്ളവരല് രണ്ടു വരഞ്ഞ് പൊളിഞ്ഞ് നഖം പൊളിഞ്ഞ് വിരല് പൊളിയോ എന്നൊരവസ്ഥയിലേക്ക് എത്തിയിരുന്നത്. പക്ഷെ ഇതെല്ലാം കണ്ടിട്ടും ആരും എന്നെ എടുക്കാൻ വന്നില്ല. എന്റെ മകൻ ഒഴിച്ച് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ മകനാണ് ഓടി വന്നത്. മാനസികമായിട്ട് എന്നെ ഒരുപാട് ഹർട്ട് ചെയ്തൊരു ഇപ്പൊ തന്നെ എനിക്ക് അത് പറയുമ്പോൾ സങ്കടം വരും. എന്നോട് ആൾക്കാർ കാണിക്കുന്ന ഒരു ക്രൂരതയായിരുന്നു. ആ ആൾക്കാർ പറയണ അവൻ മയക്കുമരുന്നായിരുന്നു, എന്നെ മദ്യപാനിയാക്കുകയും വളരെ മോശമായ രീതിയിലൊക്കെയാണ് ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട്. ഓരോ വിഷു വരുമ്പോഴും അല്ലെങ്കിൽ ഒരു ദീപാവലി വരുമ്പോഴും ഞാൻ എന്റെ ഫോൺ ഓഫ് ചെയ്യും. അതിലെല്ലാം ഉപരി എന്നെ വിഷമിപ്പിച്ചത് എന്റെ മകനുണ്ടായ ബുദ്ധിമുട്ടാണ്. അവനെ കൂട്ടുകാരി കളിയാക്കുമായിരുന്നു. ഇത് പറഞ്ഞു അവസാനം അവനെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകേണ്ടി വന്നു. നല്ലോണം പഠിക്കണ കൊച്ചായിരുന്നു. കൊച്ചി വിദ്യാഭ്യാസത്തിൽ പുറകോട്ട് പോയി, പുറത്തോട്ട് ഇറങ്ങാതെയായി. അങ്ങനത്തെ ഒരു മാനസികമായ ഒരു ബുദ്ധിമുട്ടൊക്കെ അവനുണ്ടാവും.